ആ ഗീതാഗ്രന്ഥത്തെ ഭഗവാൻ ഗീതോപദേശമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അർജുനനോട് പറയാണ്, ഞാൻ ഗീതോപദേശമൊക്കെ നിനക്ക് തന്നിട്ടുണ്ട്, ഇതെല്ലാം നീ കാണാപ്പാടം പഠിച്ച് ഇന്ന് തന്നെ ഇരിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞില്ല. നീ ഇത് തന്നെ അനുസരിക്കണം എന്നും ഭഗവാൻ പറഞ്ഞില്ല. അല്ലയോ അർജുന, നീ ഇതല്ല ഞാൻ പറയുന്നത് കൊണ്ട് ഇതെല്ലാം നീ വിശ്വസിക്കരുത്. നിന്റെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും വിമർശന രൂപേണ ഇത് നീ വിശകലനം ചെയ്ത് നിന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതാണെങ്കിൽ മാത്രം നീ സ്വീകരിക്കാം. ഇത്രയും വലിയൊരു സ്വാതന്ത്ര്യം മറ്റു ഒരു ഗ്രന്ഥങ്ങളിലും നമുക്ക് ലഭിക്കില്ല സജ്ജനങ്ങളെ. ഇത്രയും വലിയൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതാണെങ്കിൽ നാം അത് അംഗീകരിക്കണം. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് ഇത് അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഈ ശ്ലോകങ്ങളെ ഒക്കെ തന്നെ, ഈ അറിവിനെ ഒക്കെ തന്നെയും വിമർശന രൂപേണ വിശകലനം ചെയ്തിട്ട് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതാണെങ്കിൽ നീ ഇതിനെ സ്വീകരിക്കൂ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശം ചെയ്തു കൊടുത്തു. ങ്ങളൊക്കെ തന്നെ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാമെന്നല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും തന്നെ എന്നെ സഹായിച്ചിട്ടില്ല. അവിടെയാണ് ഭഗവത്ഗീതയുടെ പ്രസക്തി. കുരുക്ഷേത്ര യുദ്ധകളത്തിൽ തളർന്നിരുന്ന വിഷമിച്ചിരുന്ന ആ അർജുനനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ച, അതിന് ഊർജം നൽകി കൊടുത്ത ഭഗവത്ഗീത ഗ്രന്ഥം നമ്മൾ പഠിക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്യാനൊന്നും അല്ലെങ്കിലും നമുക്ക് ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുന്ന സമയത്ത്, വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ വിഷമങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉറപ്പായിട്ടും ഈ ഭഗവത്ഗീത ഗ്രന്ഥം നമ്മളെ സഹായിക്കും. ഏത് തരത്തിലുള്ള വിഷമങ്ങളായാലും അതിനെയെല്ലാം മറികടന്ന് അതിനെ വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കുവാൻ, മനസ്സിനെ പാകതപ്പെടുത്തുവാൻ ഈ ഗീതാഗ്രന്ഥം നമ്മളെ സഹായിക്കും. കാരണം ഈ ഭഗവത്ഗീത എന്നുള്ളത് അദ്വൈതമാകുന്ന അമൃതിനെ വർഷിക്കുന്നവളാണ്. ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകത്തിൽ തന്നെ ഗീതാഗ്രന്ഥത്തെ പറ്റിയിട്ട് ഒന്ന് ചുരുക്കി പറയുന്നുണ്ട്. ഓം പാഠായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനി അമ്പത്വം അനുസന്ധതാമി ഭഗവത്ഗീതേ നമോസ്തുതേ. അതായത് ഈ ഭഗവത്ഗീത എന്ന ഗ്രന്ഥം പാർത്ഥന് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം ഉപദേശം ചെയ്തു കൊടുത്തതും 18 അധ്യായങ്ങളോട് കൂടിയതും പുരാണമുനിയായിട്ടുള്ള വ്യാസ ഭഗവാനാൽ മഹാഭാരത മധ്യത്തിൽ രചിക്കപ്പെട്ടതുമാണ്. ഇതിന്റെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. അദ്വൈതാമൃത വർഷിണി എന്നാണ് പറയുന്നത്. അദ്വൈതമാകുന്ന അമൃതിനെ വർഷിക്കുന്നവളാണ് ഭഗവത്ഗീത.